നമസ്കാരം പ്രിയമുള്ളവരെ. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഇന്ന് അറ്റോമിക് എനർജി ഏജൻസി അതിൻ്റെ അംഗരാജ്യങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടാണ്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിപ്പോർട്ട് അന്താരാഷ്ട്ര ആണവ ഏജൻസി തലവൻ അതിൻ്റെ അംഗരാജ്യങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ അവരുടെ യുറേനിയത്തിൻ്റെ ശേഖരം ആയുധങ്ങൾ ഉണ്ടാക്കുന്ന തലത്തിലേക്ക് വ്യാപിപ്പിച്ചു എന്നാണ്. അതായത് ഇറാൻ അവരുടെ യുറേനിയം ശേഖരം അത് 9 പരം ആണവായുധങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലേക്ക് ഉയർത്തി അഥവാ വ്യാപിപ്പിച്ചു. അല്ലെങ്കിൽ ഇറാൻ സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി എന്ന വരികൾക്കിടയിൽ വായിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി അവരുടെ അംഗരാജ്യങ്ങൾക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇറാൻ ഈ വാർത്ത നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് ഈ ആരോപണം, അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതവും അസന്തുലിതവുമാണ് എന്നാണ്. എന്നാലും ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിക്ക് മുന്നിൽ പ്രഖ്യാപിക്കാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തിയതായി അന്തർദേശീയ ആണവ ഏജൻസി ആരോപിക്കുന്നു. അങ്ങനെ ഇറാൻ ഒരു ആണവ രാജ്യം എന്ന് വെച്ചാൽ പ്രഖ്യാപിത ആണവ രാജ്യമല്ലാതെ ആണവ ഊർജത്തിനു വേണ്ടി യുറേനിയം പൂർണ്ണമായും സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞ ആദ്യത്തെ രാജ്യമായി ഇറാൻ മാറുന്നു എന്ന വലിയ വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതായത് പ്രഖ്യാപിക്കാതെ, ആണവ ഊർജ രാജ്യമായി പ്രഖ്യാപിക്കാതെ, ആണവായുധ രാജ്യമായി പ്രഖ്യാപിക്കാതെ ആണവായുധങ്ങൾ ഉണ്ടാക്കാം തക്കവണ്ണം യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യമായി ഇറാൻ മാറുന്നു എന്ന ഒരു വലിയ വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇറാൻ നിഷേധിക്കുന്നു. ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇറാൻ പറയുന്നു. ഒപ്പം നമ്മൾ വളരെ പ്രാധാന്യത്തോട് കാണേണ്ട ഒരു പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്നലെയാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കാരണം ഇന്നലെ യഹൂദന്മാരുടെ വിശ്രമ ദിവസമാണ്. യഹൂദർ ജോലി ചെയ്യാതെ പൂർണ്ണമായും വിശ്രമത്തിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായാലും ഭരണകർത്താക്കളുമൊക്കെ പൂർണ്ണമായും വിശ്രമത്തിൽ ഏർപ്പെടുക എന്ന ഒരു മത നിയമം അവർ അനുവർത്തിക്കുന്നുണ്ട് ശനിയാഴ്ചകളിൽ. അത് ലംഘിച്ചുകൊണ്ട് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. ഇറാൻ ആണവ പരീക്ഷണങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. അവർ ആണവായുധ പദ്ധതി പൂർത്തീകരിക്കും എന്ന ദൃഢനിശ്ചയത്തിലാണ്. അന്തർദേശീയ സമൂഹം കൂടുതൽ ക്രിയാത്മകമായി ഇറാന്റെ ആണവായുധ പദ്ധതികൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടണം എന്ന ഒരു പ്രഖ്യാപനം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇന്റർനാഷണൽ സമൂഹം ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് എന്ന വാർത്തയും മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ശനിയാഴ്ച ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അത് യഹൂദരെ സംബന്ധിച്ച് അത് വിശ്രമത്തിന്റെ ദിവസമാണ് എന്നത് വളരെ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും റാഫേൽ മരിയോ ഗ്രേസി അദ്ദേഹം പറയുന്നത് ഇറാൻ ആണവ പദ്ധതി അത് സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു. അതിനാവശ്യമായ യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിച്ചിരുന്നു. പക്ഷേ അത് ഒരു ആയുധ നിർമ്മാണത്തിലേക്ക് എത്തിയിട്ടില്ല. ആയുധ നിർമ്മാണം അത് ഏത് നിമിഷം വേണമെങ്കിലും നടത്താം. പക്ഷേ അത്രത്തോളം സമ്പുഷ്ടീകരണം, അതിനാവശ്യമായ രീതിയിൽ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിരിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ റിപ്പോർട്ട് അവരുടെ അംഗരാജ്യങ്ങൾക്ക് കൊടുത്ത റിപ്പോർട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷമാണിത്. പ്രത്യേകിച്ചും ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയി. ഇറാനും അമേരിക്കയും ഒക്കെയുള്ള ഒമാൻ മുൻകൈയെടുത്തുള്ള ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയി ഇറാൻ അവരുടെ ആണവായുധ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുകയായിരുന്നു എന്ന വലിയൊരു നിഗമനം മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. 22 പേജുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തുർക്കുസബാദ്, വരാമിൻ മരിവൻ എന്നീ 3 സ്ഥലങ്ങളിലും ഇറാൻ ആണവായുധ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തിയതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. ലാവിസൻ ഷിയാൻ എന്ന 4ാമത്തെ പ്രദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നതനുസരിച്ച് ഇറാൻ ആദ്യമായി ആണവായുധ രാജ്യമായി പ്രഖ്യാപിക്കാതെ ആണവായുധം സ്വന്തമാക്കിയ രാജ്യമായി തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാൻ ആണവായുധം യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവായുധം നിർമ്മിക്കാൻ തക്ക വിധത്തിൽ സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇറാൻ അത് ആണവായുധമായി മാറ്റിയിട്ടില്ല. പക്ഷേ അതിന് ഇറാൻ സാധിക്കും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. ഒപ്പം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ പ്രാധാന്യത്തോടു കൂടി അതിനെതിരെ പ്രതികരിക്കുന്നു. ശനിയാഴ്ച ജൂതന്മാരുടെ വിശ്രമ ദിവസമായിട്ടും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ക്രിയാത്മകമായി ഇത്തരം ഇറാന്റെ ആണവായുധ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. അതാണിപ്പോൾ ഏറ്റവും പ്രാധാന്യമായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. ഒപ്പം തന്നെ റഷ്യൻ ടൈംസിന്റെ ചില വാർത്തകൾ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുകയാണ്. അതായത്
ഞായറാഴ്ച ഇന്ന് ഒരുപക്ഷെ ഇസ്രായേൽ ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചേക്കാം എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ആഹാര ശേഖരണം നടക്കുന്നു എന്നാണ്. പ്രത്യേകിച്ചും ബങ്കറുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ആഹാരങ്ങൾ ശേഖരിക്കുന്ന ഉദ്യമവുമായി ഇസ്രായേലി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല രാജ്യത്തെ ആംബുലൻസുകളോട് കുറച്ചു നാളത്തേക്ക് വേണ്ടി രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആംബുലൻസ് വിട്ടു നൽകുവാൻ ആവശ്യപ്പെടുന്നു. അതായത് 10 ദിവസം, അടുത്ത 10 ദിവസത്തേക്ക് വേണ്ടി ആംബുലൻസുകൾ സജ്ജമാക്കി നിർത്തുവാൻ ഇസ്രായേലി ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷവും കൂടിയാണ്. കൂടുതൽ ബങ്കറുകൾ സജ്ജമാക്കുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. ഇസ്രായേൽ മാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് ഇറാൻ അവരുടെ വ്യോമപാത ചില പ്രത്യേക പ്രദേശങ്ങളിൽ അടച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ്. മറ്റൊരു നിർവചനം അതിനുള്ളതെന്ന് വെച്ചാൽ ഇറാൻ ചില മിസൈലുകൾ, അത്യന്താധുനിക മിസൈലുകൾ ഈ ജൂൺ 1, 2 അതായത് ഇന്നും നാളെയുമായി പരീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇറാന്റെ വ്യോമപാത അടച്ചത് എന്ന ഒരു നിഗമനം കൂടി മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ചില ഇടങ്ങളിൽ നിന്ന് അതിന് കൊടുക്കുന്ന ഒരു വിശദീകരണം ഒരുപക്ഷെ ഇസ്രായേലിന്റെ വ്യോമ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടിയാണ് ഇറാൻ അവരുടെ വ്യോമപാത അടച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്. എന്തായാലും വളരെ സംഘർഷപൂരിതമാണ് മധ്യേഷ്യയിലെ അവസ്ഥ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടി ഇസ്രായേലിനെതിരെ തിരിയുന്ന സന്ദർഭത്തിൽ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലാകുകയും ഈ അവസരം, കാരണം ഇറാൻ ആണവായുധ സജ്ജമായി എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ആണവായുധം അവർ സജ്ജീകരിച്ചു കഴിഞ്ഞു. അതായത് യുറേനിയം, അതിനാവശ്യമായ രീതിയിൽ യുറേനിയം സജ്ജീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതൊരു ആണവായുധമായി മാറുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ചയാണ്. കാരണം ഇറാൻ ഒരു സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി കഴിഞ്ഞാൽ ആ മേഖലയിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പ് വളരെ അപകടത്തിലാകും എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സംശയത്തിന് വക നൽകുന്ന അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരുപക്ഷെ ആക്രമിച്ചേക്കാം എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. മറ്റൊന്ന്, ഇമാനുവൽ മാക്രോണിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതി, മനുഷ്യവേട്ട അത് കണ്ടില്ല എന്നടിച്ചാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അത് ഇസ്രായേലിന് കൊടുക്കുന്ന പിന്തുണ പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രിയാത്മകമായി, ഉപരോധവും ബഹിഷ്കരണവും അല്ലാതെ കൂടുതൽ ക്രിയാത്മകമായി ഗസയുടെ കാര്യത്തിൽ ഇടപെടണം. ഗസയെ നിർബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം എന്ന പ്രഖ്യാപനം ഇമാനുവൽ മാക്രോണിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെതിരെ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് ഫ്രാൻസ് ജൂതരാഷ്ട്രമായ ഇസ്രായേലിനെതിരെ കുരിശുദ്ധം നടത്തുന്നതാണ്. മറ്റൊരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ യാട്സിന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം പറയുന്നത് വെസ്റ്റ് ബാങ്ക് ഒരു ജൂതരാജ്യമാകുന്നതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ അതുമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ്. അതിനെ എതിർക്കുവാനുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഒക്കെ ശ്രമം അത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാനുള്ള പ്രാധാന്യമേ ഇസ്രായേൽ കൊടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായി മാറുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇറാൻ ഒരു ആണവായുധ സജ്ജീകരണമുള്ള ആണവായുധ രാജ്യമായി മാറി എന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര ആണവ ഏജൻസി പുറത്തുവിടുന്ന അവസരത്തിൽ കൂടുതൽ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ മാറുന്നു എന്നാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ പശ്ചിമേഷ്യൻ അപ്ഡേറ്റുകൾക്ക് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.